ദേശാഭിമാനി മുഖപ്രസംഗം 2026 ജൂൺ 4. ആശങ്കയും ആത്മഹത്യയും ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങോട്ട്? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പുനഃപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുകയാണ് മോദി സർക്കാർ. ചൊവ്വാഴ്ച ജാർഖണ്ഡിൽ വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതിന് പിന്നാലെ ബുധനാഴ്ച കോട്ടയത്ത് ഒരു വിദ്യാർത്ഥിനി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നീറ്റ് റദ്ദാക്കിയതിനു പിന്നാലെ UP, ഡൽഹി, ഗോവ, രാജസ്ഥാൻ, കർണാടകം, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാറ്റിവെച്ച പരീക്ഷാ തീയതി അടുക്കുന്നതും CBSE മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ മാനസിക പിരിമുറുക്കത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ പ്രവേശനവും അനിശ്ചിതത്വത്തിലാണ്. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിന് CBSE നടപ്പാക്കിയ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ പാളിച്ചകളാണ് രാജ്യത്തെ 17.68 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയത്. മാർക്ക് കൂട്ടുന്നതിലെ പിഴവ് ഒഴിവാക്കുമെന്നും ചെലവ് കുറയ്ക്കുമെന്നും അവകാശപ്പെട്ടാണ് OSM നടപ്പാക്കാൻ 384 കോടി രൂപയ്ക്ക് കോയംറ്റ് കമ്പനിക്ക് കരാർ നൽകിയത്. പുതിയ രീതി നടപ്പാക്കിയതോടെ വിജയശതമാനം കുത്തനെ താഴ്ന്നത് പരിശോധിച്ചപ്പോഴാണ് പിഴവ് പുറത്തു വന്നത്. 12 വർഷം മുൻപ് 2 റീജിയനുകളിൽ പരീക്ഷണാർത്ഥം നടത്തി പരാജയപ്പെട്ട ഈ രീതി നടപ്പാക്കാൻ CBSE നേരത്തെ വിലക്കേർപ്പെടുത്തിയ കമ്പനിക്ക് തന്നെ കരാർ നൽകിയത് സംശയനിഴലിലാണ്. കരാർ ലഭിച്ച കമ്പനിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പ്രധാനമന്ത്രി മോദിയുടെ ശ്രമം. 12ാം ക്ലാസ് പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചകൾ മൊത്തത്തിൽ അന്വേഷിക്കാതെ കരാർ നൽകിയതിനെക്കുറിച്ച് മാത്രം അന്വേഷിക്കാൻ കമ്മീഷനെ നിയമിച്ചതും സംശയമുണർത്തുന്നു. ഈ സംവിധാനത്തിലെ പിഴവുകളും കരാറിലെ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവന്ന 12ാം ക്ലാസ്സുകാരൻ സാർത്ഥക് സിദ്ധാന്ത് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ സമർപ്പിച്ച 7 പേജുള്ള റിപ്പോർട്ട് CBSEയുടെയും പ്രധാനമന്ത്രിയുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. മൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ CBSE ഓൺലൈൻ സംവിധാനം ആരംഭിച്ചെങ്കിലും അതും തകരാറിലായതോടെ വിദ്യാർത്ഥികൾ കടുത്ത ആശങ്കയിലാണ്. 12ാം ക്ലാസ് മാർക്ക് ലഭ്യമല്ലാത്തതുകൊണ്ട് JEE, കീം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവേശന പരീക്ഷകൾക്ക് അപേക്ഷിച്ചവർക്ക് യോഗ്യതാ പരീക്ഷാ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും കഴിയില്ല. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷ എഴുതിയ 22.09 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി മാത്രമല്ല, ദേശീയ തലത്തിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും മെഡിക്കൽ ബിരുദ പ്രവേശന നടപടികളും അവതാളത്തിലാക്കി. ജൂൺ 21 നടക്കുന്ന പുനഃപരീക്ഷയുടെ സമ്മർദ്ദത്തിലാണ് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 4 തവണ നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന് ചോദ്യങ്ങൾ കരിഞ്ചന്തയിൽ വിൽപ്പനയ്ക്ക് വന്നു എന്നത് പരീക്ഷാ നടത്തിപ്പിൻ്റെ തന്നെ വിശ്വാസ്യത തകർത്തു. 2024 പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ മാറ്റി മുഖം രക്ഷിച്ച കേന്ദ്ര സർക്കാർ ഇത്തവണ അതിനും തയ്യാറായിട്ടില്ല. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം അറസ്റ്റിലായവരിലേക്ക് മാത്രമായി ഒതുക്കി NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗിനെ രക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കേന്ദ്ര സർവകലാശാലകളിലെ ബിരുദ പ്രവേശനത്തിനുള്ള CUET UG ഓൺലൈൻ പരീക്ഷകൾ സാങ്കേതിക തകരാറിനെ തുടർന്ന് പലതവണ മാറ്റിവെച്ച് വിദ്യാർത്ഥികളെ വട്ടം കറക്കുകയാണ്. ഈ പരീക്ഷകളുടെ റാങ്ക് അറിഞ്ഞിട്ട് വേണം വിദ്യാർത്ഥികൾക്ക് മറ്റു സർവകലാശാലകളിലെ പ്രവേശനം തിരഞ്ഞെടുക്കാൻ. സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ വിശ്വാസ്യതയോടെ നടത്തേണ്ട ദേശീയ പ്രവേശന പരീക്ഷകൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് വിദ്യാർത്ഥികളെ കണ്ണീരിലാഴ്ത്തിയ ഈ പരീക്ഷാ കുംഭകോണങ്ങൾക്ക് പിന്നിൽ. രാജ്യത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് വാചാലനാകാറുള്ള പ്രധാനമന്ത്രി കുട്ടികളുടെ ഭാവി പന്താടുന്ന ദേശീയ പ്രവേശന പരീക്ഷകളിലെ ഓൺലൈൻ അട്ടിമറിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയനായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം. പുനഃപരീക്ഷയും പുനർമൂല്യനിർണ്ണയവും കുറ്റമറ്റതും വിശ്വാസയോഗ്യവുമായ രീതിയിൽ നടത്തി വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം.